പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ പരാതി നൽകുമെന്ന് കെ രമ എം.എൽ.എ. പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്ന് രമ പറഞ്ഞു. ഷാഫിയുടെ വനിതാ റാലിയിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചായിരുന്നു ജയരാജന്റെ പരാമർശം. പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് ക്രിമിലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമ്മളൊക്കെ പരാതികൾ കെട്ടുകണക്കിന് കിടക്കുകയാണ്. എടുക്കണം പരാതി. ഒരാൾ പോലും നിയമത്തിന് മുന്നിൽ, അത് ഒരു നേതാവാണെങ്കിലും ഏത് പ്രവർത്തകനാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? അതേ ഞങ്ങൾക്ക് ചോദ്യമുള്ളൂ. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, എന്താണ് ഈ വെണ്ണപ്പാളി? പി ജയരാജൻ പിന്നീട് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? സുജയ, കഴിഞ്ഞ ദിവസമാണ് ഈ നോമിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ പോകുന്ന ഘട്ടത്തിലുള്ള ഒരു ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് പി ജയരാജൻ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പ്രയോഗം നടത്തിയത്. അത് നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗാനമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ആ ചിത്രത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വെണ്ണപ്പാളികളുമായി മയങ്ങിയ ശേഷമാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോയത് എന്നുള്ളതാണ് പരാമർശം. പക്ഷേ ഇപ്പോഴും ഫേസ്ബുക്കിൽ ആ എഴുത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കെ രമ ഈ കാര്യത്തിൽ തികച്ചും അശ്ലീലമായ പരാമർശം എന്നുള്ള നിലയിൽ തന്നെ കാണുകയും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനുള്ള തീരുമാനം ഇതിനോടകം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വടകര മണ്ഡലത്തിൽ ഇത്തരം വിഷയങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് പി ജയരാജനെതിരെ പരാതി നൽകാനുള്ള തീരുമാനമായി കെ രമ രംഗത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കെ ശൈലജ, വടകരയിലെ LDF സ്ഥാനാർത്ഥി, തന്നെ പരസ്യമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വികാരിദീനിയായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപമായി വന്നിരുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഇന്ന് കെ രമയും ഉമാ തോമസും സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞത് കൃത്യമായി അത്തരം ആളുകൾ ആരാണോ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുന്നത് അവരെ കണ്ടെത്തണം. അത് പാർട്ടി നോക്കാതെ, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കെ ശൈലജ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പോലീസ് സത്വര നടപടി എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പോലീസ് സത്വര നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കെ ശൈലജ കൂടി ഭാഗമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് പൊതുമധ്യത്തിൽ വന്നിരുന്ന പരിതപിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ള നിലപാട് കെ രമ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചില ചോദ്യങ്ങൾ കെ രമയുടെ അടുത്ത് ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായി വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂമാഹി പോലീസ് കേസെടുത്തിരിക്കുന്ന യൂത്ത് ലീഗ് പ്രവർത്തകന് എതിരെയാണല്ലോ എന്നുള്ള ചോദ്യത്തിന് അത് ഏത് പാർട്ടിക്കാരനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നുള്ള സമീപനം അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഷാഫി പറമ്പിൽ ആണ് ഇത്തരം പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള LDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചാരണത്തെ പൂർണ്ണമായും കെ രമ തള്ളി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വടകരയെ സംബന്ധിച്ച് ചില ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുള്ള ആരോപണവും കൂടി ഇന്ന് കെ രമ ഉന്നയിക്കുന്നത് കണ്ടു. അത് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് പോകണം. അതുകൊണ്ട് അടുത്ത പ്രതികരണത്തിലേക്ക് പോവുകയാണ്. താങ്ക് യു ദീപക് മലയമ്മ.